നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കടന്നുവരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാനിപ്പം അലീനയുടെ മനുഷ്യങ്ങളുടെ കഥകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്ത ദേഷ്യവും സങ്കടമായി പോയി അനുശ്രീയോട് ആരിന്. കാരണം അവള് കോടതിയിൽ വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം ഓക്കെ ആയതായിരുന്നു. എന്നിട്ട് ഒടുവില് കേസ് പിൻവലിച്ചിരിക്കുന്നു. അതും അലോകിന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ അവൾക്ക് ഇത് എന്തിന്റെ ഭ്രാന്ത? ആരിനാണ് ഭ്രാന്ത് പിടിച്ച പോലെയാണ് അനുവിന്റെ അടുത്തേക്ക് ഇരുന്ന്. എന്നിട്ട് ചോദിച്ചു, നീ എന്താ അനു കാണിച്ചേ? നീ എന്തിനാ അവനോട് ക്ഷമിച്ചേ? കേസ് പിൻവലിച്ചിരിക്കുന്ന പോലും ഇതിനു വേണ്ടിയിട്ടാണോടി അച്ഛനെ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കേസും കൊടുത്ത് വക്കീലിനെയും കണ്ട് വക്കീലി ഫീസും കൊടുത്ത് ഇത്രത്തോളം കാര്യങ്ങൾ എത്തിച്ചേ? ഇങ്ങനെയായിരുന്നെങ്കിൽ ആദ്യമേ നിനക്ക് പറയായിരുന്നല്ലോ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാന്ന്. അച്ഛനത് ചെയ്തു കഴിഞ്ഞപ്പോ നീ ഒന്നും മിണ്ടാതിരുന്നു. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒടുവില് ആരും ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, വേണ്ട കൂടുതലൊന്നും നീ പറയണ്ടേ, എന്നാലും നീ ഇതുപോലൊരു ചതി കുടുംബത്തോട് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നീ ഇങ്ങനെയൊക്കെ പറയണല്ലേ? ആരും ചേട്ടൻ എന്തൊക്കെയാ പറയണേ? കോമതി പറഞ്ഞു, എടാ ഹരിയ നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് സന്തോഷ സമാധാനമായി കാണും, ആങ്ങളയുടെ മോൻ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അവനെ കോടതി വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടും. എന്റെ പെങ്ങളുടെ ജീവിതം അവൻ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യും. ബാലൻ പറഞ്ഞു, എടാ ഹരിയ ഇവിടെ വെച്ചൊരു സീൻ വേണ്ട, ഇത് കോടതി വളപ്പാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. വെറുതെ കുടുംബത്തിൽ നാണം കെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് ബാലൻ അങ്ങനെ പറയണത്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അച്ഛൻ എന്തേ പറയണത്? ഇവള് കാണിച്ച പരിപാടി അച്ഛനോട് കണ്ടല്ലേ? ഇപ്പൊ എല്ലാരും നാണം കെടുത്തുമല്ലേ ചെയ്ത് ഇവളിപ്പോ ആ കൃഷ്ണമംഗലംകാരോടൊപ്പം ചേർന്നു, എന്നിട്ട് ദേവമംഗലത്തെ നാണം കെടുത്തി. അപ്പോഴേക്കും അനു പറഞ്ഞു, ഇല്ല ആരും ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. അലോകിന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ ശിക്ഷ നമ്മൾ കൊടുത്തേ. കുറച്ച് ദിവസം അവൻ ജയിലിൽ കിടന്നില്ലേ? അത് മാത്രല്ല അവനിപ്പോ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടാണല്ലോ. പിന്നെ കുറ്റബോധം, നീ അതും കൂടി വിശ്വസിച്ചില്ലേ? എന്ത് ശിക്ഷ വേണല്ലോ എനിക്ക് തന്നോളാൻ കോടതിയിൽ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോ നീ കരുതിയത് എന്താ? അവന് മാറ്റം ഉണ്ടാവുന്ന? എടി അതൊക്കെ വെറും അവന്റെ ഒരു മുഖം മൂടിയാ. അവൻ അങ്ങനെയൊക്കെ നിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന, അതിനകത്തൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. ഇതൊക്കെ അവന്റെ വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് കേസ് പിൻവലിക്കാൻ വേണ്ടി അവൻ ചെയ്ത നാടകങ്ങളാ. കൃഷ്ണമംഗലകാരൻ നിനക്കറിയത്തില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, പോട്ടട മോനെ, എടാ ഒന്നുമല്ലേലും അവന് ശിക്ഷ കിട്ടി അവൻ അകത്തേക്ക് പോയിട്ടുണ്ടായി, എന്തൊക്കെ സംഭവിച്ചാലും. ബാലൻ പറഞ്ഞു, ഗോമതി ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട, നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അലോക് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അച്യുതന് ഭയങ്കര സന്തോഷമായിരുന്നു. അലോക് പുറത്തിറങ്ങിയല്ലോ, ഇനി പേടിക്കണ്ട, കേസ് പിൻവലിച്ചല്ലോ. അല്ലെങ്കിൽ എന്തായി തീരുന്നോർത്ത് കേസ് തോറ്റെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് അനുസരി കേസ് പിൻവലിക്കൂന്ന് പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ പിൻവലിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം അലോക് ഫ്രീ ആയി. ഇനിയിപ്പം പഴയതുപോലെ തന്നെ ദേവമംഗലംകാരോട് പോരടിച്ചു തുടങ്ങാം എന്നൊരു ചിന്തയായിരുന്നു അച്യുതന്റെ മനസ്സിൽ. അങ്ങനെ അച്യുതൻ അലോകിനെ കെട്ടിപ്പിടിക്കുകയോ ആശ്ലേഷിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അലോകിനെ കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അലോക് നോക്കുമ്പോൾ അവിടെ അനുശ്രീയും ബാലനും ഗോമതിയും ആരിനും ഒക്കെ നിൽക്കുന്നുണ്ടു. പെട്ടെന്ന് അലോക് എന്ത് ചെയ്തു, നേരെ അനുശ്രീയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അച്യുതൻ ചോദിച്ചു, നീ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. പക്ഷെ അലോക് മറുപടിയൊന്നും പറഞ്ഞില്ല. അലോക് അനുശ്രീയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അനു നീ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ആരിന് ദേഷ്യമായി. ആരിന് എന്ത് ചെയ്തു, അവനെ അടിക്കാനായിട്ട് പാഞ്ഞങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ബാലന് ആരിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. ആര് കാരണം ഒറ്റ ബുദ്ധിയാണോ? പെട്ടെന്ന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കത്തില്ല, എടുത്തു ചാടി പ്രതികരിക്കത്തോളൂ. അലോകിനെ കണ്ണെടുത്ത് ആരിനെ കാണത്തില്ല. അലോകിനെ കാണുമ്പോൾ പഴയ പല കാര്യങ്ങളും ഓർമ്മ വരികയും ചെയ്യും. അങ്ങനെ ആരിന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീ പറഞ്ഞു, ആരിനല്ല സോറി അലോക് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അനുശ്രീ പറഞ്ഞു, അതെ നിന്നോട് ഞാൻ ക്ഷമിച്ചെന്ന് കരുതണ്ട. കോടതി പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതിന് കാരണവും ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നീ ചെയ്ത തെറ്റിൽ നിനക്കൊരു കുറ്റബോധം ഉണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസ് പിൻവലിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ജന്മത്തിൽ നിന്നോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല. അത് കേട്ടതും അലോക് പറഞ്ഞു, അനു നിന്നോട് എനിക്ക് എങ്ങനെ നന്ദി പറയണം നടത്തില്ല, എന്നോട് നീ ക്ഷമിച്ചെന്നെങ്കിലും ഒരു വാക്ക് പറ, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, ഇതേ അലോകെ വെറുതെ ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് അലോക് അനുശ്രീയുടെ കാലിലേക്ക് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അനുശ്രീ വല്ലാതെ ആയിപ്പോയി. എന്നോട് ക്ഷമിച്ചെന്ന് പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ നീ എനിക്ക് നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുക, നീ എനിക്ക് മാപ്പ് തരണം, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് കോടതി വളപ്പല്ലേ, അവിടെ സ്വാഭാവികമായിട്ടും വേറെ കേസിനും കാര്യത്തിനും വന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അവർ ഈ രംഗം കണ്ടു. ഇപ്പൊ എവിടെ ചെന്നാലും എന്ത് കണ്ടാലും ആൾക്കാർക്ക് ഷൂട്ട് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്.
പെട്ടെന്ന് തന്നെ ക്യാമറയിൽ അവർ പകർത്തും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്തു, അവരെല്ലാം അവിടെ നിന്ന കുറച്ച് ആൾക്കാർ അതെല്ലാം വീഡിയോ പിടിക്കുകയാണ്. അലോക് കാലിലേക്ക് വീണ് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്ന ആ രംഗം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതിയും ബാലനും ആരിനും വരെ ഞെട്ടിപ്പോയി. അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അച്യുതന് നാണക്കേടായി. അച്ഛന് പാഞ്ഞങ്ങു ചെന്നിട്ട് അലോകനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കണം. എടാ നാണം കെട്ടവനെ, ഇങ്ങോട്ടേക്ക് വാ, നീ ഇതെന്താ കാണിക്കണേന്ന് ചോദിച്ചു. അച്ഛ വിടച്ച, എനിക്ക് അവളോട് മാപ്പ് പറയണം, അതെ ഞാൻ ചെയ്ത് തെറ്റാ, എന്നോട് ക്ഷമിക്കണം, എടാ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞു. ഒരു വിധത്തിൽ അലോകനെ പിടിച്ചു വലിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തുവാണ്. എടാ നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. അച്യുതൻ കണ്ടു ആൾക്കാരൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നൊക്കെ. എടാ ഇതിനേക്കാളും ഭേദം നീ ആ ജയിലിലേക്ക് പോകുന്നത് തന്നെയായിരുന്നു, നിനക്ക് ശിക്ഷ കിട്ടുന്നായിരുന്നു. കൃഷ്ണമംഗലത്തിന്റെ നാണക്കേടുണ്ടാക്കാൻ വേണ്ടി നിന്നെ പോലെ എടുത്ത് നാളെ ഇത് വലിയ വാർത്തയാകും. കൃഷ്ണമംഗലത്തെ പയ്യൻ ദേവമംഗലത്തെ പെണ്ണിന്റെ കാലെ പിടിച്ച് യാചിക്കുന്ന, എടാ ഇത്രയെങ്കിലും ബുദ്ധിയും ബോധം ഉണ്ടായിരുന്നു, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, വാടാ ഇങ്ങോട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചോണ്ട് കൊണ്ട് കാറിലേക്ക് അങ്ങോട്ട് കയറ്റുവാണ്. ഈ സമയത്ത് അനുശ്രീ ഞെട്ടലോട് കൂടിയിട്ടാണ് നോക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. അനുശ്രീയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ബാമോളെ പോകാന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, ഇതൊക്കെ അവന്റെ ഒരു നമ്പറായിട്ട് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല ആര്യ, കണ്ടില്ലേ, കാരണം അവൻ കോടതി വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ, അവൻ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ. ആ സമയത്ത് ആനോർത്തു, ഇനിയിപ്പം മിത്ര പറഞ്ഞ് ശരിയാണോ, ജയിലിൽ പോയി ഈ പറയുന്ന അലോകിനെ കണ്ട സമയത്ത് അലോകിന് നല്ല മാറ്റമാണെന്നായിരുന്നു മിത്ര പറഞ്ഞ്. ഒരു പക്ഷെ ശരിയായിരിക്കുമോ, അതോ ഇതും അവന്റെ അടവാണോ എന്നൊരു ചിന്ത. അടുത്ത നമ്പരുമായിട്ട് അവൻ ഇറങ്ങിയിരിക്കുന്നതാണോന്ന് അറിയത്തില്ലല്ലോ. ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒടുവിൽ അവർ വീട്ടിലേക്ക് വന്നു. ആകപ്പാടെ കട്ടക്കലിപ്പി മുറിയിലേക്ക് കയറി പോകുമ്പോഴത്തേനും മീനാക്ഷി മിത്ര ഇറങ്ങി വന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു. എന്താവാനായിട്ട്, ഒന്നും ആയില്ല എന്ന് ബാലൻ പറഞ്ഞു. അതെന്താ വെച്ചാ, പിന്നീടാണ് കാര്യങ്ങളൊക്കെ അറിയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്രയ്ക്ക് ഭയങ്കര സമാധാനമായി. കാരണം അവന് ചെയ്ത നല്ലൊരു കാര്യമാണ്. അവന് മാപ്പ് കൊടുത്തിരിക്കുന്നു. അവന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്നത് കുറ്റബോധം തോന്നുന്നുണ്ട്, പശ്ചാത്താപിക്കുന്നുണ്ട്. അതിനേക്കാളും വലിയ ശിക്ഷ കിട്ടാനില്ലല്ലോ. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവന് 7 വർഷം വരെ ചിലപ്പോൾ ശിക്ഷിച്ചെന്നും വരും, അല്ലായിരുന്നെങ്കിൽ. അപ്പം ആ ഒരു ചിന്ത മിത്രയുടെ മനസ്സിലുമുണ്ട്. പക്ഷേങ്കിൽ മീനാക്ഷിക്ക് ദേഷ്യമായിരുന്നു. അവനെ പോലുള്ള ഒരുത്തന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു, അവന് ശിക്ഷ തന്നെ കിട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും കിടന്നു ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എനിക്ക് എന്താണ് സമാധാനമേ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സറിയുണ്ടായിരുന്നേ. ഒരുപക്ഷെ അലോകിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ ഇരിക്കുകയാണ്. അപ്പം മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ കാര്യം മനസ്സിലായി. ഈ സമയത്ത് അലോകിനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടപ്പോൾ രാജശ്രീ ഓടി വന്ന് അലോകിനെ കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇന്ദിരാമ്മ. എല്ലാവർക്കും സന്തോഷമായിരുന്നു. ആ സമയത്ത് രാജശ്രീ പറഞ്ഞു, എൻ്റെ മോനെ വെറുതെ വിട്ടല്ലേ, അവൾക്ക് ശിക്ഷ കിട്ടി കാണുമല്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അതൊന്നും അല്ല ശരിക്കും സംഭവിച്ചേ. പിന്നെയോ, പിന്നെ കോടതി നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇവനെ കുറ്റസമ്മതം നടത്തി. ആ പെണ്ണ് കേസ് പിൻവലിച്ചില്ലായിരുന്നു, ഇവനകത്ത് കിടന്നേനം. എനിക്ക് തോന്നുന്നുണ്ട് ഇവനകത്ത് കിടന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും ഇന്ദിരാമ്മ വെച്ചു, നീ എന്തൊക്കെയാടാ അച്യുതൻ പറയണെന്ന് ചോദിച്ചു. പിന്നെ പറയാതെ, ഇവൻ ആ പെണ്ണിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചിരിക്കുന്നു. കാല് പിടിച്ചോ, പിന്നല്ലാതെ, ഇവന് തനി ഭ്രാന്ത, ഇതിനേക്കാളും ബന്ധം അവൻ അവിടെ കിടക്കുന്നതായിരുന്നു. അപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു, നീ എന്തൊക്കെയാടാ അലോകയെ ചെയ്ത് കൂട്ടിയത്, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അലോകൊന്നും മിണ്ടിയില്ല. അലോക് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അത് കേട്ടോണ്ട് വന്ന ധർമ്മം പറഞ്ഞു, എന്താണെങ്കിലും അലോക് ചെയ്ത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ. അവന് ചെയ്ത തെറ്റി കുറ്റബോധം ഉണ്ടല്ലോ, അത് മാത്രമല്ല അനുസരയുടെ അവന് മാപ്പ് പറഞ്ഞു, നല്ല കാര്യമാ. അത് കേട്ടപ്പോൾ അച്ഛനും പറഞ്ഞു, നിനക്ക് നല്ല കാര്യമായിരിക്കും, പക്ഷെ എനിക്കത്ര നല്ല കാര്യമായിട്ട് തോന്നില്ല. ഈ കുടുംബത്തിന്റെ മാനം അവൻ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു കുളിച്ചത്. ഇനിയിപ്പം വല്ല ന്യൂസ് ചാനലുകാരും ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തലയെ മുണ്ടിട്ടോണ്ട് ഇറങ്ങി നടന്നാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ വീഡിയോ വൈറലാകുവാണ്. അനുസരയുടെ കാലെ പിടിച്ച് അലോകും മാപ്പ് പറയുന്ന രംഗങ്ങൾ എല്ലാവരെയും കണ്ടു. എല്ലാവരും ആ വീഡിയോസൊക്കെ കാണുവാണ്. അച്യുതന്റെ ഫോണിലും വന്നു. അച്യുതൻ ആണപ്പാടെ നാണക്കേടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ദേവമംഗലംകാരുടെ മുന്നിൽ മുട്ടുകുത്തുക. അതിനകത്ത് വാർത്ത വന്നത് അനുശ്രീ കേസ് പിൻവലിച്ചു, അതിന്റെ പേരിലാണ് ഈ ക്ഷമയോദിനും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഹെഡിങ്ങോട് കൂടിയിട്ട് വാർത്തയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അച്യുതന്. ഈ സമയത്ത് അനുവിനാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, അച്ഛന് കേസ് പിൻവലിച്ചതിന്റെ പേരിൽ തന്നോട് എന്തെങ്കിലും പറയുമോ, അങ്ങനെയൊക്കെ ഒരു പേടിയോട് കൂടിയിട്ടാണ് അനു ഇരിക്കുന്നത്. എന്താണെങ്കിലും ശരി, താൻ ചെയ്ത് നല്ലൊരു കാര്യമാണെന്ന് ഒരു ചിന്തയാണ് അനുവിൻ്റെ മനസ്സിലുള്ളത്. കാരണം അവന് പശ്ചാത്താപം ഉണ്ടെങ്കിൽ അവന് തെറ്റിദ്ധരുത്താനായിട്ടൊരു അവസരം കൊടുക്കണം.
അതാണ് അനു ചെയ്തേ. അത് മാത്രമല്ല, രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഒരു വഴക്കും പ്രശ്നങ്ങളും പാടില്ല. അതൊക്കെയായിരുന്നു അനുവിന്റെ മനസ്സിലെ ചിന്ത. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.